നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ അല്ലു അർജുൻ ജയിലിൽ തുടരുകയാണ്. ജാമ്യ ഉത്തരവ് എത്തിക്കും മുമ്പേ ജയിൽ സൂപ്രണ്ട് മടങ്ങി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചേരുന്നു. റഹീസ്, മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുന്നു. അപ്പോഴേക്കും ഹൈക്കോടതി ഇടക്കാല ജാമ്യ ഉത്തരവ് വരുന്നു. പക്ഷേ ഇപ്പോഴും നടന് ജയിലിന് പുറത്തിറങ്ങാനാകുന്നില്ല. സാങ്കേതികത്വത്തിലൂന്നി ഇന്ന് ജയിലിൽ തന്നെ തുടരാനാണോ അല്ലു അർജുൻ സാധ്യത? സുഹേൽ, തീർച്ചയായും അല്ലു അർജുൻ ഇന്ന് ജയിലിൽ തുടരുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ ഈ ജയിലിലായിരുന്നില്ല, ചഞ്ചൽഗുഡ പോലീസ് സ്റ്റേഷനിലായിരുന്നു അല്ലു അർജുൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്ലു അർജുനെ ചഞ്ചൽഗുഡ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയം മുൻപ് ഈ സൂപ്രണ്ട് ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് ഉറപ്പിച്ചു പറയുകയും ചെയ്തു അല്ലു അർജുൻ ഇന്നിനി പുറത്തിറങ്ങില്ല എന്ന്. ഈ റിമാൻഡ് പ്രതികളുടെയൊക്കെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ അവർക്കൊരു കൃത്യമായ സമയമുണ്ട്. ഈ ജാമ്യം നൽകിയാലും ആ ജാമ്യത്തിന്റെ പകർപ്പ് ഇപ്പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ജയിലിലേക്കോ എത്തിച്ചതിന് ശേഷം മാത്രമേ ഇവരെ പുറത്തിറക്കുകയുള്ളൂ. അതിനൊരു നിശ്ചിത സമയമുണ്ട്. ഏതാണ്ട് ആ സമയം കഴിഞ്ഞിരുന്നു. പക്ഷെ അല്ലു അർജുന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിനെ ജയിലിലേക്ക് ആക്കിയിരുന്നില്ല, മറിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ അദ്ദേഹം പുറത്തിറങ്ങുമെന്നായിരുന്നു പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അച്ഛനും സഹോദരനും അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇവർ അല്ലു അർജുനുമായി മടങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ആ ഒരു പ്രതീക്ഷ ഇവർ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ ഇവർ മടങ്ങിയതോടുകൂടിയാണ് ഇന്ന് അല്ലു അർജുൻ പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളൊരു സംശയം ആദ്യം രൂപപ്പെട്ടത്. അതിനുശേഷം ജയിൽ സൂപ്രണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് ഉറപ്പിച്ചു പറയുകയും ചെയ്തു അല്ലു അർജുൻ ഇന്ന് പുറത്തിറങ്ങില്ല, കാരണം ഇന്നത്തെ നടപടിക്രമങ്ങളൊക്കെ തന്നെയും പൂർത്തിയായി. ഇനി ഒരു ഉത്തരവ് പുറത്തേക്ക് വന്നാലും ഇദ്ദേഹത്തിന് അല്ലു അർജുനെ ഇന്ന് പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഏതാണ്ട് അദ്ദേഹം പുറത്തിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോടതി ഉത്തരവ് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ കോടതി ജാമ്യം നൽകിയ ആ ഉത്തരവിന്റെ പകർപ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ഈ അഭിഭാഷകരുടെ കയ്യിലേക്ക് കിട്ടുന്നു. ഇതിലൊരു സാങ്കേതികത്വമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത് അപ്ലോഡ് ചെയ്യുന്നതിലുണ്ടായ ഒരു താമസമാണ്. സാധാരണഗതിയിൽ പല കേസുകളിലും ഇത് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ ഉത്തരവ് വരാത്തത് മൂലം ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അങ്ങനെ അല്ലു അർജുൻ ഇന്ന് എന്തായാലും ജയിലിൽ തുടരും. നാളെ 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹം പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യമാണ്, ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സുഹൈൽ, ശരി, ഇടക്കാല ജാമ്യ ഉത്തരവ് കിട്ടിയിട്ടും ആ ഉത്തരവ് പേപ്പറിലാക്കി സ്റ്റേഷനിലെത്തിക്കാത്തത് കൊണ്ട് അല്ലു അർജുൻ ഇന്ന് ജയിലിൽ തുടരും. മറ്റു വാർത്തയിലേക്കാണ്. വീട്ടിൽ കയറി പോലീസിന്റെ അറസ്റ്റും ഒടുവിൽ കോടതിയിൽ നിന്ന് ജയിച്ചു വരുന്ന നായകനും. ഏതാണ്ട് സിനിമാ സ്റ്റൈലിൽ തന്നെയായിരുന്നു അല്ലു അർജുന്റെ അറസ്റ്റും ജാമ്യവും. സിനിമയിൽ നായകന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്ന പോലീസിനെ പോലെയായിരുന്നു അല്ലു അർജുന്റെ ജൂബിലി ഹിൽസിലെ വീട്ടിലേക്ക് ഇന്ന് ഹൈദരാബാദ് പോലീസ് ടാസ്ക് ഫോഴ്സ് കടന്നു ചെന്നത്. വീട്ടിലുണ്ടായിരുന്ന വേഷത്തിൽ അറസ്റ്റ് ചെയ്ത് ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പോലീസ് സംഘം പെട്ടെന്ന് കരുക്കൾ നീക്കി. അതിവേഗം വൈദ്യപരിശോധന. പിന്നാലെ നാമ്പള്ളി കോടതിയിൽ ഹാജരാക്കി. അല്ലു അർജുനെ റിമാൻഡും ചെയ്തു. ഇന്റർവെല്ലായപ്പോൾ വിജയം പോലീസിനൊപ്പം. അതിനിടെ ഹൈക്കോടതിയിൽ അല്ലു അർജുന്റെ ഹർജിയിൽ വാദം തുടങ്ങിയിരുന്നു. സമാന്തരമായി നടനെ ചഞ്ചൽഗുഡയിലെ ജയിലിലേക്ക് മാറ്റാൻ പോലീസും ഒരുങ്ങി. പോലീസ് വാഹനമൊക്കെ എത്തിച്ച് ജയിലിലേക്കുള്ള വഴിയിൽ സുരക്ഷ കൂട്ടിയിരിക്കുമ്പോഴാണ് ഹൈക്കോടതി അല്ലു അർജുന് ജാമ്യം അനുവദിച്ചത്. അങ്ങനെ ക്ലൈമാക്സിൽ പോലീസ് തോറ്റു. ഈ ട്വിസ്റ്റ് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഉച്ച മുതലുള്ള പോലീസ് നടപടികൾ അല്പം അധികമായി പോയോ എന്ന് വരും ദിവസങ്ങളിൽ റിവ്യൂ ചെയ്യപ്പെടും. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. ലോക ക്ലാസിക്കുകളിലേക്ക് വാതിലുകൾ തുറന്നിട്ട് തലസ്ഥാനത്ത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. സിനിമാ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ നടി ഷബാന ആസ്മി 29ാമത് IFFKയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തി. 29 വർഷത്തെ ചരിത്രവും ഓർമ്മകളുമാണ് ഇന്ന് തിരിതെളിയുമ്പോൾ നമുക്ക് കൂട്ടായുള്ളത്. അനന്തപുരിയിൽ തിരിതെളിഞ്ഞത് 8 ദിവസത്തെ സിനിമാ മാമാങ്കത്തിന്. 3ാം ലോക സിനിമകൾക്കും വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രാധാന്യം നൽകുന്ന മേളയിൽ പ്രദർശിപ്പിക്കുന്നത് 170 ചിത്രങ്ങൾ. വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കാനും സ്വീകരിക്കാനും സിനിമാ മേഖലയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഷബാന ആസ്മിയായിരുന്നു മുഖ്യാതിഥി.
ആദ്യ IFFKയിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ പങ്കുവച്ച ഷബാന നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളികളുടെ സമീപനത്തെ പുകഴ്ത്തി. It shows a very long association, and one of the reasons why this festival continues to be amongst the most important in India is because of the audiences and because of how much the people here actually have a taste for good cinema. ഹോങ്കോങ് സംവിധായിക ആൻ ഹോയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചു. In the Hong Kong New Wave movement, she received the Golden Lion for Lifetime Achievement. ബ്രസീൽ സംവിധായകൻ വാൾട്ടർ സാലസിന്റെ ഐ ആം സ്റ്റിൽ ഹിയർ ആയിരുന്നു ഉദ്ഘാടന ചിത്രം. നേരത്തെ മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നുവരുന്നതിനിടെ വേദിക്ക് പിറകിൽ നിന്ന് ഒരാൾ കൂകി. 2 വർഷം മുൻപത്തെ ഡെലിഗേറ്റ് പാസുമായി എത്തിയ ഇയാളെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. ഷാർജയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ ഇന്ത്യക്കാരൻ മരിച്ചു. ഷാർജ വ്യവസായിക മേഖലയിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് അപകടമുണ്ടായത്. അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഷാർജ പോലീസ് അറിയിച്ചു. മൃതദേഹം പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. അവധിക്കായി ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയ മലയാളി യുവാവ് അന്തരിച്ചു. തൃശൂർ അകലാട് സ്വദേശി യൂനുസാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് രാവിലെ 10 മണിക്ക് അകലാട് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഷാർജയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. കൊലപാതകത്തെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട 2 പേരെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹോദരങ്ങളാണ് അറസ്റ്റിലായത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന. ഇന്നലെ ഷാർജയിലെ അൽ സിയൂഫിലെയായിരുന്നു സംഭവം. പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. ഒമാനിലെ ഇബ്രി കലാകാരിലെ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മത്സരത്തിൽ ഇബ്രി റൈസിംഗ് ബ്രദേഴ്സ് വിജയികളായി. അഭിജിത്താണ് മാൻ ഓഫ് ദി മാച്ച്. ഇബ്രി കമൻഡോസ് റണ്ണേഴ്സപ്പായി. സാമൂഹ്യ പ്രവർത്തകരായ കുമാർ സുനീഷ്, തമ്പാൻ എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ടി സിദ്ദിഖ് എംഎൽഎയുടെ റിവൈവ് വയനാട് പദ്ധതിക്ക് പിന്തുണയുമായി മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഉപജീവന മാർഗം നഷ്ടപ്പെട്ട നൌഫൽ, ജംഷീർ എന്നിവർക്കുള്ള ഓട്ടോറിക്ഷകളും രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട ഹാനിയയ്ക്കുള്ള സൈക്കിളും ടി സിദ്ദിഖ് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ പ്രസിഡന്റ് ശ്രീജിത്ത് കോമത്ത് മുഖ്യാതിഥിയായിരുന്നു. കൽപ്പറ്റ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് ബാബു, കോൺഗ്രസ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കൽപ്പറ്റ, കോൺഗ്രസ് മേപ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി സുലൈമാൻ, മുസ്ലിം ലീഗ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി കമ്മിറ്റി പ്രസിഡന്റ് എൻ മുസ്തഫ, റിവൈവ് വയനാട് ടീം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിന് വിധേയരായ ആളുകൾക്കുള്ള ജീവനോപാധി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായി ഇന്ന് 2 പേർക്ക് ഓട്ടോറിക്ഷയും അതുപോലെ മണിക്കൂറുകൾ പിടിച്ചു നിന്ന് തൻ്റെ ഗ്രാൻഡ് മദറിനെ രക്ഷപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ആ പയ്യന് പ്രിയങ്ക ഗാന്ധിയോട് ഒരു സൈക്കിൾ വേണമെന്ന് ആ കുട്ടി ആവശ്യപ്പെട്ടിരുന്നു. ആ സൈക്കിളും ഇന്ന് കൊടുക്കുകയാണ്. ഈ ദുരന്തത്തിൽ നമ്മളോട് ചേർന്ന് നിന്ന് വലിയൊരു ആശ്വാസകരമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഗ്രേറ്റർ ഫിലാഡൽഫിയ മലയാളി അസോസിയേഷനോടുള്ള ഹൃദയത്തിൽ ചേർന്ന നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് ചിലവായ തുക ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് പുറത്ത്. 2019 മുതലുള്ള പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചിലവായ 132.61 കോടി രൂപയാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ പ്രവർത്തനവും ഇതിൽ ഉൾപ്പെടുന്നു. ദുരന്തങ്ങളിലും വെള്ളപ്പൊക്കത്തിലും നീട്ടിയ രക്ഷാഹസ്തത്തിന് പണം ആവശ്യപ്പെട്ട് ഒക്ടോബർ 22-നാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി വിക്രം ഗൗർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. 2019 ഒക്ടോബറിൽ പ്രളയ ദുരിതാശ്വാസം എത്തിച്ചതു മുതൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ദിവസങ്ങളിലെ എയർലിഫ്റ്റിംഗ് വരെയുള്ള സേവനങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ചിലവായ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന ജൂലൈ 30 നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് 6.72 കോടി രൂപയും 2.19 കോടി രൂപയും 2 കണക്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസമായി ജൂലൈ 30 2.48 കോടി രൂപ കൂടി പ്രതിരോധ മന്ത്രാലയം അയച്ചുതന്ന കണക്കിലുണ്ട്. ജൂലൈ 30 തന്നെ എയർലിഫ്റ്റ് ചെയ്ത വകയിൽ 1.72 കോടി രൂപയും വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കുടിശ്ശികയായിരിക്കുന്ന തുക എത്രയും വേഗം നൽകണമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആവശ്യം. 24 തിരുവനന്തപുരം. മരണത്തിലും ഒരുമിച്ച് അവർ 4 പേർ.
നാടിനെ കണ്ണീർ കടലാക്കി പാലക്കാട് പനയമ്പാടത്ത് ലോറി പാഞ്ഞുകയറി മരിച്ച 4 പെൺകുട്ടികൾ ഇനി ഓർമ്മ. തുപ്പനാട് ജുമാ മസ്ജിദിലാണ് 4 കൂട്ടുകാരികൾക്കും ഖബർ ഒരുങ്ങിയത്. കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലെ പൊതുദർശന ചടങ്ങിൽ വിതുമ്പലോടെ നാട് മുഴുവൻ വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി നൽകി. പെയ്തു തോരാത്ത സങ്കടപ്പെരുമഴയിൽ നാടൊന്നാകെ അവർ 4 പേർക്കും അന്ത്യയാത്രാ മൊഴി ചൊല്ലി. കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാർ അവസാന യാത്രയിലും ഒന്നിച്ചു. തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരേ നിരയിൽ ഒരുങ്ങിയ ഖബർ നാടിനാകെ വിങ്ങലായി. നിതയും ആയിഷയും ഇർഫാനയും ഹൃദയും പൊന്നോമനകളെ അവസാന നോക്ക് കാണാനെത്തിയവർക്ക് സങ്കടം താങ്ങാനായില്ല. അലമുറയിട്ട് കരഞ്ഞ ഉറ്റവർ, ഇന്നലെ വരെ ചേർന്നു നടന്ന സഹപാഠികൾ, അധ്യാപകർ, അവസാനമായി കാണാനെത്തിയവർ ഉള്ളുലഞ്ഞു മടങ്ങി. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് നാട് മുഴുവൻ ഒഴുകിയെത്തി. വേർപാട് താങ്ങാനാകാതെ കരയുന്നവർക്ക് മുന്നിൽ അവർ നിസ്സഹായരായി. ഇന്നലെ പരീക്ഷ എഴുതി മടങ്ങിയ കൂട്ടുകാരാണ്. ഇന്നും അതുപോലെ സ്കൂളിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ എല്ലാം തെറ്റിച്ച അപകടം ജീവിത സന്തോഷത്തിന്റെ നിറം കെടുത്തി. വിട. കരിമ്പയിൽ നിന്ന് ടീം 24. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടത്തിന് പിന്നാലെ സുരക്ഷാ നടപടികളുമായി അധികൃതർ. പനയമ്പാടം റോഡിൽ വാഹനവേഗം നിയന്ത്രിക്കാൻ പോലീസ് പരിശോധന തുടങ്ങി. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അപകടത്തിന് കാരണമായ 2 ലോറികളുടെയും ഡ്രൈവർമാരും റിമാൻഡിൽ. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുമായി ഇന്ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചർച്ച നടന്നത്. അമിതവേഗം നിയന്ത്രിക്കാൻ ഇന്നു മുതൽ പോലീസ് പരിശോധന നടത്താനാണ് തീരുമാനം. പാലക്കാട് മണ്ണാർക്കാട് റോഡിൽ പോലീസ് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചു. പോലീസും മോട്ടോർ വാഹന വകുപ്പും PWD ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ടീം സുരക്ഷാ ഓഡിറ്റിംഗ് നാളെ നടത്തും. ഇപ്പോൾ അതൊന്നും അവിടെ പരിശോധിക്കട്ടെ. നാളെ എന്തെല്ലാം വേണം എന്നുള്ളത് അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി പോയി പരിശോധിക്കുമല്ലോ. ഇനി അവിടെ ഒരു മരണം ഉണ്ടാകാതെ, ആക്സിഡന്റ് ഉണ്ടാകാതെ കഴിക്കാനുള്ള നടപടികളൊക്കെ ആയിട്ട് അവർ നിർദ്ദേശം കൊണ്ടുവരും. റോഡ് പരിപാലിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചെന്ന് MLA കെ ശാന്തകുമാരി. റോഡിൽ ഗ്രിപ്പ് വയ്ക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് അടിയന്തരമായിട്ട് അവിടെ മില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, റോഡ് സ്മൂത്തനിങ് കുറയ്ക്കാനായിട്ട്, ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടി പറഞ്ഞിട്ടുണ്ട്. അത് അവരിപ്പോൾ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മെഷീൻ ഇവിടെ സ്ഥലത്തില്ല, അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്നാൽ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സ്പീഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപകടത്തിന് കാരണമായ 2 ലോറികളുടെയും ഡ്രൈവർമാരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർഗോഡ് സ്വദേശി മഹേന്ദ്ര പ്രസാദ്, മലപ്പുറം സ്വദേശി പ്രജിൻ ജോൺ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. 24 പാലക്കാട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വാഹനാപകടം. കാസർഗോഡ് നീലേശ്വരത്ത് വാഹനാപകടത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. തിരുവനന്തപുരം മാരിനാട് സ്കൂൾ ബസ് മരത്തിലിടിച്ച് 12 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മലപ്പുറം പൊന്നാനിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാറ് പാഞ്ഞുകയറി 3 വിദ്യാർത്ഥികൾക്ക് പരുക്ക്. താമരശ്ശേരി ചുരത്തിൽ പിക്കപ്പ് ലോറി തലകീഴായി മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന ചാവക്കാട് സ്വദേശികളായ ഡ്രൈവറും സഹായിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് ഒറ്റപ്പാലത്ത് നിർത്തിയിട്ട വാഹനം കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന് അപകടമുണ്ടായി. കോഴിക്കോട് ചേളന്നൂരിൽ 3 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു.
ഗൾഫ് ഫോക്കസ് തുടരുന്നു. ക്രിസ്മസിന്റെ വരവറിയിച്ച് കോട്ടയത്ത് ബോൺ നതാലെ റാലി നടന്നു. സാന്താക്ലോസിന്റെ വേഷം ധരിച്ച ആയിരങ്ങളാണ് റാലിയിൽ പങ്കെടുത്തത്. റാലി കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാവുൽ ഹമീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചുവപ്പ് വസ്ത്രം ധരിച്ച് തൊപ്പിയും വെച്ച് ബലൂണുകളുമായി അവർ അണിനിരുന്നപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിനായും കോട്ടയം ഉണർന്നു. ആയിരക്കണക്കിന് പേരാണ് നാലാമത് കോട്ടയം ബോൺ നതാലയിൽ പങ്കെടുക്കാനെത്തിയത്. കോട്ടയം പോലീസ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി ജില്ലാ പോലീസ് മേധാവി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്രൈസ്തവ സഭകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നഗരസഭയുടെയും നേതൃത്വത്തിലായിരുന്നു ഇക്കൊല്ലവും ബോൺ നതാലെ സംഘടിപ്പിച്ചത്. ക്രിസ്തു വിഭാവനം ചെയ്തതുപോലെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആ സദ്വാർത്തയുമായിട്ടാണ് കടന്നു വന്നത്. ആ സദ്വാർത്ത സമാധാനവും ശാന്തിയും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നഗരം ചുറ്റിയുള്ള റാലി കോട്ടയം മാമൻ മാപ്പിള ഹാളിലാണ് സമാപിച്ചത്. മന്ത്രി VN വാസവൻ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ടോബി ജോൺസൺ, 24 കോട്ടയം. സമസ്തയിലെ തർക്കം പരിഹാരമാവാതെ പോകുന്ന നേതൃത്വത്തിന് ആശങ്ക. പരിഹാര ചർച്ച പോലും നടക്കാത്തതാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. നടപടിയെടുക്കുന്നതിൽ സമസ്തയിൽ വിവേചനമുണ്ടെന്ന് തുറന്നടിക്കുകയാണ് മുഷാവറാംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. 24 എക്സ്ക്ലൂസീവ്. മുസ്ലിം ലീഗിനെ ചൊല്ലി ഉടലെടുത്ത സമസ്തയിലെ തർക്കം പരിഹരിക്കാൻ ചേർന്ന മുഷാവറ യോഗം തന്നെ പുതിയ കലഹത്തിൽ കലാശിച്ചതാണ് നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നത്. ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് പരസ്യ പ്രതികരണത്തിലൂടെ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഒരു വിഭാഗത്തിന് ലക്ഷ്യം. അതിപ്പോൾ ഈ ഓഫീസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ താല്പര്യത്തിന് മുതൽ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം. മറ്റെങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. എന്നോട് വിശദീകരണം ചോദിച്ചത് 48 മണിക്കൂറിൻ്റെ ഉള്ളിലാണ്. എന്നാൽ മുഷാവറ യോഗത്തിലെ വിവരങ്ങൾ ബഹാവുദ്ദീൻ നദ്വി മാധ്യമങ്ങളോട് പറഞ്ഞത് ചട്ടലംഘനമാണെന്ന് ലീഗ് വിരുദ്ധ വിഭാഗവും പറയുന്നു. നദ്വിക്കെതിരെ നടപടി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പല ഘട്ടങ്ങളിലും ഉമർ ഫൈസിക്ക് പിന്തുണയുമായി വന്ന നേതാക്കൾ പുതിയ വിവാദത്തിൽ പരസ്യ പിന്തുണയുമായി എത്താത്തതും ശ്രദ്ധേയമാണ്. അതിനിടെ പ്രശ്നപരിഹാരത്തിന് മുസ്ലിം ലീഗും ശ്രമം നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ലീഗ് നീക്കം. 24 തിരൂർ. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.